ഏവർക്കും സ്പോർട്സ് റേഡിയോ മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കായിക ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. മാസങ്ങൾക്കുള്ളിൽ അമേരിക്കയിൽ വീണ്ടും ക്രിക്കറ്റ് മാമാങ്കം. ജൂലൈ 6 മുതൽ ജൂലൈ 29 വരെ നീണ്ടു നിൽക്കുന്ന മേജർ ലീഗ് ക്രിക്കറ്റിന്റെ 2ാം സീസണിന് തുടക്കം. 6 ടീമുകൾ അണിനിരക്കുന്ന ടൂർണമെന്റിൽ കുട്ടി ക്രിക്കറ്റിലെ ഒരുപിടി മികച്ച താരങ്ങൾ തന്നെയുണ്ട്. ഇന്ത്യയിൽ ജിയോ സിനിമയിലും സോണി സ്പോർട്സിലും തത്സമയം ഈ മത്സരങ്ങൾ കാണാൻ സാധിക്കും. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകളിലേക്ക് വന്നാൽ, ആദ്യമായി നിലവിലെ ജേതാക്കൾ MI ന്യൂയോർക്ക്. ഡിഫൻഡിംഗ് ചാമ്പ്യൻ MI ന്യൂയോർക്ക് ഇത്തവണയും മികച്ച ഒരു സംഘമായിട്ടാണ് തങ്ങളുടെ കിരീടം നിലനിർത്താൻ വന്നിരിക്കുന്നത്. ഈ ലീഗിലെ തന്നെ മികച്ച ബാലൻസ് ടീമായിട്ടാണ് പൊളാർഡ് നയിക്കുന്ന MI ന്യൂയോർക്ക്. നിക്കോളാസ് പൂരാൻ, ഡെവാൾഡ് ബ്രവിസ്, പൊളാർഡ്, ടീം ഡേവിഡ് എന്നീ കുട്ടി ക്രിക്കറ്റിൽ ഏറ്റവും ഡിസ്ട്രക്റ്റീവായ മധ്യനിര തന്നെ MI ന്യൂയോർക്കിന് അവകാശപ്പെടാനുണ്ട്. ഇവരുടെ കൂടെ റഷീദ് ഖാനും റൊമാരിയോ ഷെപ്പേർഡും കൂടെയാകുമ്പോൾ മായാജാലങ്ങൾ കാണിക്കാൻ ഈ മധ്യനിരയ്ക്ക് കഴിയും. ട്രെന്റ് ബോൾട്ടും റബാഡയും നോക്കിയും അടങ്ങുന്ന ഒരു ഡ്രീം പേസ് നിരയാണ് MIക്കുള്ളത്. ഷെപ്പേർഡിന്റെ മീഡിയം പേസും MIയുടെ പേസ് നിരക്ക് ശക്തി കൂട്ടും. സ്പിൻ മാന്ത്രികൻ റഷീദ് ഖാനും ഒപ്പം കഴിഞ്ഞ T20 ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കിങ് ജിങ്കെ കൂടെയാകുമ്പോൾ MIയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റും അതിശക്തം. മുൻനിരയുടെ പ്രകടനമായിരിക്കും ഈ സീസണിൽ MI നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഷയാം ജഹാംഗീർ, മോണാങ് പട്ടേൽ, സ്റ്റീവൻ ടെയ്ലർ ഈ 3 താരങ്ങളുടെ പ്രകടനം നിർണായകമാകും. അടുത്തതായി ലോസ് ഏഞ്ചൽസ് നൈറ്റ് റൈഡേഴ്സ്. കുട്ടി ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ സുനിൽ നരൈൻ ഒരിക്കൽ കൂടി ടീമിനെ നയിക്കുമ്പോൾ ഫിൽ സൈമണാണ് ടീമിന്റെ മുഖ്യ പരിശീലകൻ. നൈറ്റ് റൈഡേഴ്സ് വളരെ മികച്ച ഒരു ടീമിനെയാണ് ഇത്തവണ അണിനിരത്തുന്നത്. മുൻനിരയിൽ അടിച്ചു തകർക്കാൻ ഇംഗ്ലണ്ടിന്റെ അപകടകാരിയായ ഓപ്പണർ ജെയിംസൺ റോയും, മധ്യനിരയിൽ നിറവൊഴിക്കാൻ സൗത്ത് ആഫ്രിക്കയുടെ കില്ലർ മില്ലറും, ഓസ്ട്രേലിയയുടെ അലക്സ് കാരിയും ഇത്തവണ നൈറ്റ് റൈഡേഴ്സിന്റെ കുപ്പായത്തിലുണ്ട്. ഓസ്ട്രേലിയയുടെ പേസ് ബോളർമാരായ സ്പെൻസർ ജോൺസണും സ്പിന്നർ ആഡം സാംബയും, അയർലൻഡിന്റെ ജോഷി ലിറ്റിലും നൈറ്റ് റൈഡേഴ്സിന്റെ ബോളിംഗിന് മൂർച്ച കൂട്ടും. നരൈൻ, റസൽ, ഷക്കീബ് എന്നിവർ കുട്ടി ക്രിക്കറ്റിലെ നിലവിലെ ഏറ്റവും മികച്ച 3 ഓൾറൗണ്ടേഴ്സ് കൂടെയാകുമ്പോൾ നൈറ്റ് റൈഡേഴ്സിന്റെ ബോളിംഗ് ആൻഡ് ബാറ്റിംഗ് ഡബിൾ സ്ട്രോങ്. അലി ഖാനും ഉമക് ചന്ദും നിതീഷ് കുമാറും അടക്കമുള്ള അമേരിക്കൻ കളിക്കാരും കൂടെ ചേരുമ്പോൾ നൈറ്റ് റൈഡേഴ്സ് ഇത്തവണ ബാക്കി ടീമുകൾക്ക് വലിയ വെല്ലുവിളിയാകും. ടെക്സസ് സൂപ്പർ കിങ്സ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും സക്സസ്ഫുൾ ഫ്രാഞ്ചൈസിയാണ് സൂപ്പർ കിങ്സ്. മേജർ ലീഗിലെ പ്രഥമ സീസണിൽ തന്നെ നോക്കൌട്ട് വരെ ടെക്സസ് സൂപ്പർ കിങ്സിനെ എത്തിക്കാൻ ഫാഫ് ഡുപ്ലസിസിന് സാധിച്ചു. 2ാം സീസണിലും ഒരു പിടി മികച്ച എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സായിട്ട് തന്നെയാണ് സൂപ്പർ കിങ്സ് എത്തുന്നത്. ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലസിസ്, ഡെവോൺ കോൺവേ, ഡാരി മിച്ചൽ, മാർക്കസ് സ്റ്റോയിനിസ്, എയ്ഡൻ മാക്രം. സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് നിര ഇത്തവണയും സൂപ്പർ തന്നെ. ക്രീസിൽ നിലയുറപ്പിച്ചാൽ റൺമല ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു പിടി ക്വാളിറ്റി ബാറ്റേഴ്സ് ഈ സൂപ്പർ കിങ്സിന്റെ സ്ക്വാഡിലുണ്ട്. മികച്ച ഒരു ബോളിംഗ് ലൈനപ്പും സൂപ്പർ കിങ്സിന് ഇത്തവണ അവകാശപ്പെടാനുണ്ട്. അഫ്ഗാൻ പേസ് നവിൻ അൽ ഹഖും, സൗത്ത് ആഫ്രിക്കയുടെ യങ് സെൻസേഷന് ജെറാഡ് ഹോട്ട്സയും, ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് മതിഷ പതിരാനയും ഉൾപ്പെടുന്ന പേസ് അറ്റാക്കിനെ നയിക്കുന്നത് DJ ബ്രാവോ ആണ്. മിച്ചൽ സാറ്റ്നറുടെയും നൂർ അഹമ്മദിന്റെയും സ്പിൻ കൂടെയാകുമ്പോൾ സൂപ്പർ കിങ്സ് തങ്ങളുടെ ആദ്യ മേജർ ലീഗ് കിരീടം സ്വപ്നം കാണും. എന്നാൽ പെട്ടെന്ന് സ്ട്രൈക്ക് ഉയർത്താൻ പറ്റിയ ഒരു പവർ ഹിറ്റ് ബാറ്റർ മാർക്കസ് സ്റ്റോയിനിസ് അല്ലാതെ മറ്റാരുമില്ല എന്നത് സൂപ്പർ കിങ്സിനൊരു പോരായ്മയാണ്. വലിയ റൺ ചേസുകൾ ഇത് ടീമിന് ഒരു പ്രശ്നമായി മാറാം. അടുത്തതായി സിയാറ്റിൽ ഓർക്കസ്. മേജർ ലീഗിന്റെ പ്രഥമ സീസണിൽ ഫൈനലിൽ കൈവിട്ട കിരീടം തിരികെ പിടിക്കാനാണ് പാർണലും സംഘവും എത്തുന്നത്. മികച്ച ഒരു ബാറ്റിംഗ് നിരയായിട്ടാണ് സിയാറ്റിൽ ഓർക്കസ് ഇത്തവണ എത്തിയിരിക്കുന്നത്. മുൻനിരയിൽ ആരോൺ ജോൺസും ടീകോക്കും എത്തുമ്പോൾ മധ്യനിരയിൽ ക്ലാസനും ബ്രേസ്വെൽ, ഇമാദ് വസീം, നുമാൻ അൻവറും ഉണ്ട്. സാഹചര്യം അനുസരിച്ച് കളിക്കാൻ കഴിവുള്ള നല്ലൊരു മധ്യനിരയായിട്ടാണ് ഇത്തവണ ഇവരുടെ വരവ്. ഹർമീത് സിംഗും ഇമാദ് വസീമും ബ്രേസ്വെല്ലും അടങ്ങുന്ന സ്പിൻ നിര ഏതൊരു ബാറ്റിംഗ് നിരയും തകർക്കാൻ കഴിവുള്ളതാണ്. ക്യാപ്റ്റൻ പാർണലിനൊപ്പം സൗത്ത് ആഫ്രിക്കയുടെ നന്ദ്രെ ബർഗറും കഴിഞ്ഞ സീസണിലെ മിന്നും താരം കാമറോൺ ഗന്നൺ കൂടെയാകുമ്പോൾ ശക്തമായ പേസ് നിരയും സിയാറ്റിൽ ഓർക്കസിനുണ്ട്. ഇമാദ് വസീമിന്റെ ഫോം തന്നെയാണ് ടീം നേരിടുന്ന പ്രധാന പ്രശ്നം. ടീമിന്റെ പ്രധാന താരമായ ഇമാദ് ഈ കഴിഞ്ഞ ലോകകപ്പിൽ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അടുത്തതായി സാൻ ഫ്രാൻസിസ്കോ യൂണിക്കോൺസ്. കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനം മറക്കാൻ ഇത്തവണ മികച്ച ഒരു സീസൺ ആവശ്യമാണ് യൂണിക്കോൺസിന്. അതുകൊണ്ട് തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കിയ പാറ്റ് കമ്മിൻസിനെ ഇത്തവണ യൂണിക്കോൺ സൈൻ ചെയ്തിട്ടുണ്ട്. വെടിക്കെട്ട് ബാറ്റിംഗ് നിരയാണ് യൂണിക്കോൺസിന്റെ ഏറ്റവും വലിയ ശക്തി.
ഫിൻ അലൻ, ജെ ഫ്രാസർ, മാത്യു ഷോട്ട് എന്നിവർ മുൻനിരയിൽ തരുന്ന മികച്ച തുടക്കം അതുപോലെ തന്നെ കൊണ്ടുപോകാൻ ക്യാപ്റ്റൻ കോറി ആൻഡേഴ്സൺ, റുദർഫോർഡ്, ജോസ് ഇംഗ്ലിസ് അടക്കമുള്ള മധ്യനിരയുമുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയ ഒരു പേസ് നിര തന്നെ യൂണിക്കോണിന്റെ പാളയത്തിലുണ്ട്. പാറ്റ് കമ്മിൻസിന്റെ ഒപ്പം പാകിസ്ഥാന്റെ ഹാരിസ് റൌഫ്, ന്യൂസിലാൻഡിന്റെ മാറ്റ് ഹെൻറിയും പേസ് നിരയുടെ മൂർച്ച കൂട്ടും. കോറി ആൻഡേഴ്സൺ അല്ലാതെ മറ്റൊരു എക്സ്പീരിയൻസ്ഡ് ഓൾറൗണ്ടർ ഇല്ല എന്നത് ടീം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. അദ്ദേഹത്തിന്റെ ഫോം യൂണിക്കോണിന്റെ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിക്കും. അവസാനമായി വാഷിംഗ്ടൺ ഫ്രീഡം. കഴിഞ്ഞ സീസണിലെ 3-ാം സ്ഥാനക്കാർ ഇത്തവണ ഒരു പിടി മികച്ച താരങ്ങളായിട്ടാണ് എത്തുന്നത്. സ്റ്റീവ് സ്മിത്ത് നയിക്കുന്ന ടീമിന്റെ മുൻനിരയെ നയിക്കുന്നത് നിലവിലെ 1-ാം നമ്പർ T20 ബാറ്റർ ട്രാവിസ് ഹെഡ് ആണ്. ഒപ്പം ന്യൂസിലാൻഡിന്റെ പുത്തൻ താരോദയം രജിൻ രവീന്ദ്രയും ഉണ്ട്. മധ്യനിരയിൽ വെടിക്കെട്ട് നടത്താൻ മാക്സ്വെല്ലും. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന സ്പിൻ നിരയെ നയിക്കാൻ അഖിൽ ഹൊസൈൽ ഉള്ളപ്പോൾ ലോക്കി ഫെർഗൂസനും ആൻഡ്രൂ ടൈയും മാർക്കോ ജോൺസണും ടീമിന്റെ പേസ് നിരയെ നയിക്കും. കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ ഏവരെയും വിസ്മയിച്ച ബോളർ സൗരഭ് നേത്രാവറും ടീമിന്റെ പേസ് നിരയിലുണ്ട്. പേസ് നിരയെ പോലെയല്ല അഖിൽ ഹൊസൈൻ അല്ലാതെ മറ്റൊരു എക്സ്പീരിയൻസ് സ്പിന്നർ ഇല്ല എന്നത് ടീമിനൊരു തിരിച്ചടിയാണ്. മാക്സ്വെല്ലിന്റെയും രജിൻ രവീന്ദ്രന്റെയും പാർട്ട് ടൈം സ്പിന്നിനെ കൂടുതൽ ടീം ആശ്രയിക്കേണ്ടി വരും. ലോക ക്രിക്കറ്റിലെ ശക്തരായ കളിക്കാർ തന്നെ പോരാടുമ്പോൾ തീപാറുന്ന മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കായിക ലോകത്തിലെ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.